ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ നടുവിൽ കുറേ നാളുകൾക്ക് ശേഷമായി ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ. എൻ്റെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മനുഷ്യൻ നിന്റെ മുൻപിൽ മുഖം തിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. മനുഷ്യൻ നിന്റെ മുമ്പിൽ മുഖം തിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇന്ന് ഈ സമയം ഞാൻ ഈ വചനമെടുക്കാൻ ആഗ്രഹിക്കുന്നു. യാക്കോവിൻ്റെ മുമ്പിൽ തൻ്റെ അമ്മായിപ്പനും മക്കളും എന്ത് ചെയ്യുക, അമ്മായിപ്പൻ്റെ മക്കളുടെ വാക്കു മുഖാന്തരം കുറച്ചും കൂടെ വ്യക്തമാക്കാം. എന്നാൽ തങ്ങളുടെ അപ്പനുള്ളതൊക്കെ ഈ യാക്കോബ് എടുത്തു കളഞ്ഞു. തങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. ഈ കേട്ടപ്പോൾ പെട്ടെന്ന് യാക്കോബ് ലാബാൻ്റെ മുഖത്തേക്ക് നോക്കിയേറെ അത് തൻ്റെ നേരെ മുമ്പിരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വാക്ക് ഇത്രയേ ഉള്ളൂ: യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചത് ലാബാൻ്റെ കയ്യിൽ നിന്നാണ്. തൻ്റെ അപ്പൻ്റെ അനുഗ്രഹമാണ് അത് മുഴുവൻ യാക്കോബ് എടുത്തതാണ് എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമല്ല, അതുവരെ ഉണ്ടായിരുന്ന മുഖഷേപ്പല്ല, ഷേപ്പ് മാറി. പക്ഷേ ആ ടൈമിനകത്ത് ദൈവം യാക്കോബിനോട് സംസാരിച്ചു. യാക്കോബെ, നീ നേരെ ഭവനത്തിലേക്ക് വിട്ടോ, സ്വദേശത്തേക്ക് വിട്ടോളാൻ, അല്ലെ സ്വദേശത്തേക്ക് പൊയ്ക്കോളാൻ ദൈവാത്മ സംസാരിച്ചു. നോക്കിക്കേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവാത്മ പറയുന്നു, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്, നിന്റെ ചാർച്ചക്കാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാം, എന്നിട്ട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മുഖം തിരിച്ചപ്പോൾ ദൈവം പറയാ, നീ ബഥേലിൽ വെച്ച് കണ്ടുമുട്ടിയ ദൈവം നിന്നെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തിയാൽ നീ എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ അതേ ശബ്ദം ഒരിക്കൽ കൂടി മനുഷ്യൻ്റെ മുഖം തിരിഞ്ഞപ്പോൾ, മനുഷ്യൻ്റെ മുഖത്തിന് ഭാവം മാറിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരോട് സംസാരിച്ചു, തിരികെ പോകുകയാണ്. ഇന്ന് ദൈവാത്മ പറയുന്നു, യാക്കോബിനോട് യാക്കോബിനോട് ബഥേലിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്തൊക്കെ പറഞ്ഞു അത് മുഴുവനും നിവർത്തീകരിച്ച് താൻ തിരികെ വരുന്നത് പോലെ ഇന്ന് ഈ സമയം ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എന്തൊക്കെയാണോ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടത്, ഏതൊക്കെ മേഖലയ്ക്കകത്തോടോ ദൈവിക നന്മകൾ പ്രാപിക്കേണ്ടത്, തിരികെ വരുന്നൊരു സമയം ദൈവം ചെയ്യാൻ പോവുക. അതുതന്നെയല്ല, അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ഈ ദൈവം യാക്കോബിനോട് സംസാരിക്കുക. അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞ ബഥേലിൻ്റെ ദൈവം തലകണയായി തൂണായി വെച്ചതിനെ അവരെന്ത് ചെയ്തു? അത് തലവണയായി വെച്ചതിനെ തൂണായി നിർത്തി എണ്ണയൊഴിച്ച് നേർച്ച നേർന്നു, നീ എൻ്റെ ദൈവമായിരിക്കും. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനും അറിഞ്ഞില്ല. ഇന്ന് ഈ സമയം ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിട്ടും അത് തിരിച്ചറിയാതെ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോകുന്ന ചിലരോട് ആത്മാവ് ഈ സമയം പ്രവചിക്കാൻ പറയുന്നു. പല ടൈമിനകത്താണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. ഈ സമയം ദൈവാത്മ മനുഷ്യൻ മുഖാന്തിരം നിങ്ങൾ ഒത്തിരി റിജക്ഷൻ അനുഭവിക്കുന്നുണ്ടോ? മനുഷ്യൻ മുഖാന്തിരം, മാനുഷികമായ വ്യക്തികൾ മുഖാന്തിരം, മനുഷ്യൻ്റെ വാക്ക് മുഖാന്തിരം റിജക്റ്റഡ് ആകുന്നുണ്ടോ? ദൈവം കട്ടയ്ക്ക് നിന്നവർ പോലും നിന്നിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? ഇന്ന് സമയം ദൈവാത്മ പറയുന്നു, ആരൊക്കെ മാറിയാലും നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ദൈവം ഉണ്ടെന്ന് ആത്മാവ് പറയുന്നു. അത് യാക്കോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു വാക്ക് ബഥേലിൻ്റെ ദൈവമാണെന്ന് എന്ന് പറഞ്ഞ ശൂന്യതയ്ക്കകത്ത് പ്രവചിച്ച പ്രവചന ശബ്ദത്തിന് നിവർത്തി തൻ്റെ ദാസനായി യാക്കോബിൻ്റെ മേൽ വെളിപ്പെട്ടതുപോലെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ആദ്യം പറഞ്ഞതായ ദൈവശബ്ദം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞ ദൈവശബ്ദത്തിൻ്റെ നിവർത്തി എൻ്റെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞു. നോക്കിക്കേ,
നമുക്കറിയാം ലാഭാൻ തൻ്റെ പുറകെ പിന്തുടർന്നു വരുമ്പോൾ ലാഭാനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഗുണമാകട്ടെ ദോഷമാകട്ടെ അത് യാക്കോവിനോട് അരുത് എന്ന് പറഞ്ഞാൽ വാണിക്കൊടുത്ത, അത് സംസാരിക്കരുത്, മിണ്ടരുത്, വാണിക്കൊടുത്ത ദൈവം. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യാതെ നിനക്ക് ഒരു ദോഷവും ചെയ്യാതെ ദൈവം നിന്നെ പരിപാലിക്കുമെന്ന്, ദൈവം സംസാരിക്കേണ്ടവരോട് സംസാരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. സംസാരിക്കേണ്ടവരോട് സംസാരിച്ച് പുറത്തു കൊണ്ടുവരേണ്ട സമയമാവുന്നതിന് പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് ഇടപെടുന്നു. അതുതന്നെയല്ല യാക്കോബിനോട് പറയുന്നൊരു ഭാഗം, ലാബാൻ പറയുന്നൊരു ഭാഗമുണ്ട്, എനിക്ക് നിന്നേക്കാൾ ശക്തിയുണ്ട്, പക്ഷേ ദൈവം എന്നോട് സംസാരിച്ചതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ചെയ്തു എന്നോട്, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവായിട്ട് ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഒറ്റ കുഞ്ഞിനോട് തൊടരുതെന്ന്, മിണ്ടരുതെന്ന് കൽപ്പിക്കുന്ന ദൈവം. ആത്മാവിൽ പ്രാർത്ഥിച്ചേ, സ്വർഗീയ പിതാവേ, ഈ സമയം ഭയപ്പെടുത്തി പിന്നാലെ വരുന്ന, ഭയപ്പെടുത്തി നിൽക്കുന്ന, ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവേ, ഈ കർത്താവ് ലാഭാനോട് സംസാരിച്ചതുപോലെ ഇന്ന് ഈ സമയം സംസാരിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുതെന്ന് കൽപ്പിച്ച അതേ ദൈവം സാധിച്ചു ഈ സമയം വെളിപ്പാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. റൈറ്റ് നൗ അത്ഭുതം ചെയ്യും, മഹത്വം വഹിക്കും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.